ഹായ് ഓൾ, എല്ലാവർക്കും ARJ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ദുൽഖർ പടം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ലക്കി ഭാസ്കർ. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അതൊരു മലയാളം പടമല്ല, പക്ഷേ അതൊരു തെലുങ്ക് പടമാണ്. അപ്പോൾ തെലുങ്ക് പടം ഒറിജിനൽ ലാംഗ്വേജ് തെലുങ്ക് ആണെങ്കിലും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഈ ഒരു പടം എത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഒരു ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഒരു മെലഡി സോങ് റിലീസായിട്ടുണ്ട്. അതിൻ്റെയും 4 ഭാഷയിലുള്ള വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്: മലയാളം, തമിഴ്, തെലുഗു ആൻഡ് ഹിന്ദി. അപ്പം ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സോങ്ങിൻ്റെ തമിഴ് വെർഷനാണ്. കാരണം തെലുഗു പാട്ട് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒറിജിനലിനോട് എത്രത്തോളം നീതി പുലർത്താം എന്ന് അറിയത്തില്ല. സോ എനിക്ക് അതിൻ്റെ പ്രൊമോ കണ്ടപ്പോഴത്തേക്കും ചെറിയ ഒരു പ്രശ്നം തോന്നി മലയാളം ഡബ്ബിങ്ങിൽ. സോ എന്തായാലും ഞാനിപ്പം തമിഴ് സോങ്ങാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. തമിഴ് സോങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. തമിഴ് പ്രൊമോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അതും കൂടെ കൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു സോങ് തമിഴ് വെർഷൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം റിയാക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്തായാലും ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഈ ഒരു മെലഡി സോങ് ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വെങ്കി അഡ്ലൂരിയാണ്. മീനാക്ഷി ചൗധരിയും ദുൽഖർ സൽമാനുമാണ് മെയിൽ ലീഡും ഫീമെയിൽ ലീഡും ചെയ്യുന്നത്. അത് കണക്ക് GV പ്രകാശ് ആണ് ഈ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ നല്ലൊരു എക്സ്പെക്റ്റേഷൻ, എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉള്ളൊരു പടമാണ്. എന്തോ ഒരു മണി സ്കാമുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് സബ്ജക്റ്റ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ലക്കി ഭാസ്കർ എന്ന ഈ ഒരു സിനിമയുടെ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം വരുന്ന ദുൽഖർ പടം എന്ന് എടുത്ത് പറയണം. കാരണം കിങ് ഓഫ് കൊത്ത എന്ന പടം അത്രയധികം ട്രോൾ ചെയ്യപ്പെട്ട ഒരു പടമാണ്. സോ ദുൽഖറിൻ്റെ ഒരു മരണമാസ് കംബാക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു പടത്തിലൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ലക്കി ഭാസ്കർ എന്ന ഈ ഒരു സിനിമയുടെ ആ ഒരു മെലഡി സോങ്ങിൻ്റെ തമിഴ് വെർഷൻ നമുക്കൊന്ന് കേട്ട് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. റെഡി. ദുൽഖർ സൽമാൻ, ലക്കി ഭാസ്കർ. കൊല്ലാമൽ കൊല്ലാതെ കോപക്കാരി, കണ്ണാലെ சொன்னேனே 100 சாரி, கோலங்களெல்லாம் வாசல் மேலே, கோபங்கள் போதும் எந்தன் மேலே, சூடான மூச்சில் சுட்டதெல்லாம் அடியே போதும், கொஞ்சம் இன்றே நெருக்கம் தந்தால் பிறக்கும் அன்பே, കൊല്ലാമൽ കൊല്ലാതെ കോപക്കാരി, കണ്ണാലെ சொன்னேனே 100 സാരി. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീലുണ്ട് പാട്ട് കേൾക്കാനായിട്ട്. Written and directed by Vengi Adluri. உந்தன் கண்கள் சிவக்கின்ற நேரம் எந்தன் கண்கள் கெஞ்சும், கொஞ்சல் கெஞ்சல் நீ செய்த போதும் எந்தன் நெஞ்சம் மிஞ்சும், மன்னிப்பாயோ அன்பே மறப்பாயோ இன்றே, நெடுநேரம் ஆச்சு சிரிப்பெல்லாம் எங்கே, சினம் கொண்டு நானும் விடுவாயா நீயும், சரி என்ற கோவம் குடை சாயுதே, வார்த்தை தீரும் போது செல்ல மௌனம் வேலை பார்க்கும், கொல்லாமல் கொள்வேனை கோவக்காரி, உன் பார்வை பட்டாலே நானும் காலி. GV പ്രകാശ് കുമാർ മ്യൂസിക്കൽ. കൊള്ളാം, ഈ പാട്ട് കൊള്ളാം. இதழும் தீண்டா இதயங்கள் சாயும், உயிரும் முருகியோடும், வானம் கூட வெட்கத்தில் கொஞ்சம் செவ்வானமாய் மாறும், போகாதே தள்ளி போய் என்னை அள்ளி, உன் தீண்டல் நெஞ்சில் பாய்கின்றதே, உன் வேர்வை வாசம் சொல்லும் உன் பாசம், உள்ளங்கை கூசும் உன் வெட்பமே, பூமி நின்ற போதும் எந்த ஆசை உன்னை சுற்றும், பேசாதே பேசாதே காதல்காரா, தேடல்கள் தீராதே காதல்காரா.
പൊളി സാധനം. ഞാൻ ഈ ഒരു സോങ്ങിൻ്റെ തമിഴ് വെർഷൻ റിയാക്ട് ചെയ്യാൻ എടുക്കാനായിട്ടുള്ളൊരു കാരണം, ഈ ഒരു സോങ്ങിൻ്റെ പ്രൊമോ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊമോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തമിഴ് വെർഷൻ ആയിരുന്നു. മലയാളം വെർഷൻ കേട്ടപ്പോഴത്തേക്കും സോങ്ങിൻ്റെ ബീറ്റ് ഒരു വഴിക്ക്, ലിറിക്സ് മറ്റൊരു വഴിക്ക്, അങ്ങനെ ഒരു ഫീൽ, എന്തോ എവിടെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തു. സോ അതാണ് ഞാൻ തമിഴ് വെർഷൻ റിയാക്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല. കിടിലൻ ഐറ്റം, നല്ല വൈബ് സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജി വി പ്രകാശ് കുമാർ നല്ല രീതിയിൽ തന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു സോങ്ങിൻ്റെ തമിഴ് ലിറിക്സും അത് കണക്ക് സോങ്ങും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു സിനിമയാണ് ലക്കി ഭാസ്കർ. കാരണം കിങ് ഓഫ് കുത്തയ്ക്ക് ശേഷം വരുന്ന ഒരു ദുൽഖർ പടം എന്നതിനുപരിയായിട്ട് ദുൽഖർ അന്യഭാഷയിൽ നായകനായിട്ട് വരുന്ന ഒരു പടം. തെലുങ്ക് ഇൻഡസ്ട്രി നമുക്കറിയാം മലയാളത്തെക്കാട്ടിയൊക്കെ ഒരുപാട് വലിയ ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. സോ ആ ഒരു ഇൻഡസ്ട്രിയിൽ ദുൽഖർ മെയിൻ ലീഡായിട്ട് വരുന്ന ഒരു സിനിമ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുൽഖറിൻ്റെ ഒരു വിൻറ്റേജ് ലുക്ക് ഈ ഒരു സോങ്ങിലും അത് കണക്ക് നേരത്തെ ഇറങ്ങിയ ടീസറിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പം പ്രസൻറ്റും പാസ്റ്റും ഒക്കെ ആയിട്ടാണോ കഥ പറച്ചിൽ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റുള്ള വെർഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെർഷൻ എന്നും ഏത് ലാംഗ്വേജിലെ സോങ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.